കണ്ട് അവരുടെ ഉറങ്ങിപ്പോയ ആളുകൾ വഴിപാട് സമർപ്പിച്ച് അത് കരച്ചിലൊക്കെ അത്രയ്ക്ക് ഉണ്ടാവില്ലേ, അതൊക്കെ കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം ഇന്ന് ഇവിടെ ഈ പൂജപ്പുരയിൽ ആഘോഷിക്കുന്നവരുണ്ട്. ഈ ഒരു ദിവസം വിജയദശമി ദിവസം, വിദ്യാരംഭ ദിവസം മുഴുവനും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാവടിയുണ്ട്, അത് കഴിഞ്ഞ കഞ്ഞിവീഴ്ത്തുണ്ട്. ആ കഞ്ഞി കുടിക്കാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാനൊക്കെ സ്ഥിരം ഇവിടെ വരുന്ന ആളുകളായിരുന്നു കേട്ടോ ഒരു സമയത്ത്. ഒപ്പം അത് നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ ശശി പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ കൂടിക്കൂടി വരും ഓരോ വർഷവും. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടെ ഭക്ഷണം തയ്യാറാക്കി വെക്കുന്നു, അത് കൊടുക്കുന്നു. കാവടി കഴിഞ്ഞാൽ കഞ്ഞിവീഴ്ത്ത്, അത് കഴിഞ്ഞാൽ പിന്നെന്താണ് അടുത്തത് മടങ്ങിപ്പോക്ക് 4:30. വല്ല വിപുലമായ ഒരു ചടങ്ങാണ്, ഗംഭീര കാഴ്ചയാണ്. ഗാർഡ് ഓഫ് ഓണർ ഒക്കെ കൊടുത്ത് അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇപ്പം രാജഭരണകാലത്ത് രാജാവിന്റെ പട്ടാളമാണ് ഗാർഡ് ഓഫ് ഓണർ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ദേവിക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് പോലീസ് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് വിടുന്ന ഒരു കാഴ്ച ഇപ്പം എന്തായാലും കേരളത്തിൽ ഇവിടെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് മന്ത്രിസഭയുടെ ഈ പഴയ സർക്കാർ എന്നുള്ള പഴയ രാജാവിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണ് അതിർത്തി വരെ അകമ്പടി സേവിക്കുക. കുതിരപ്പുറത്ത് പോലീസ് അകമ്പടി സേവിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലെ ഏറ്റവും മനോഹരമായ ഒരു ബന്ധത്തിന്റെ ഒരിക്കൽ ഒന്നായിരുന്ന വേണാടിന്റെ ഭാഗമായിരുന്ന രണ്ട് ഭാഗങ്ങൾ ഇന്ന് അവരൊക്കെ കന്യാകുമാരി ജില്ലയിലാണെങ്കിലും അതിന്റെ കൂടി ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തൽ ഈ പൂജപ്പുരയിലെ വിദ്യാരംഭത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. പുസ്തകം അടക്കമൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അനിയന് കിട്ടിയതാ? മോളെ എവിടെയാ എഴുത്തിയിരുത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ തന്നെയാ? എന്നിട്ട് നന്നായി പഠിക്കുന്നില്ലേ? അനിയൻ വഴക്കുണ്ടാക്കിയോ? കരഞ്ഞില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ, കരയേണ്ട കാര്യമൊന്നുമില്ല, ഇത് നല്ല ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന കാര്യം. 2-3 ദിവസമായിട്ട് ഇപ്പൊ നമുക്ക് പുസ്തകം എടുക്കണ്ട, പഠിക്കണ്ട, നല്ല രസമാണോ അത്? ആണല്ലേ? TV കാണാം, ഫോൺ കാണാം, ആണോ? കളികളുണ്ട്. ഇന്നിനി എപ്പോഴാ ഇവിടുന്ന് പോകുന്നത്? കാവടി കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇഷ്ടമാണ്. പേടിയാവോ കാവടി കണ്ട? ഇല്ല, നമ്മൾ എത്ര വർഷമായിട്ട് കാണുന്നല്ലേ. എവിടെയാ വീട്? എവിടെയാ? ഇവിടെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. ഈ നവരാത്രി കാലത്ത് ഇവിടെ മറ്റേ പരിപാടിയൊക്കെ കാണാൻ വന്നിരുന്നോ? നല്ല രസമല്ലേ? മൊത്തം നവരാത്രി ആകുമ്പോ ഇവിടെ ഭയങ്കര ബഹളാവും അല്ലേ? ഏത് സ്കൂളിലാ പഠിക്കണേ? സെന്റ് മേരീസ് പാപ്പനംകോട്. എത്രയിലാ പഠിക്കണേ? 5ല്. ഓക്കെ നേഹ, താങ്ക് യു. ഇത് കണ്ടോ, നേഹയുടെ കയ്യില് അക്ഷരങ്ങളുണ്ട്, ക്രയോൺ ഉണ്ട് അല്ലേ? അനിയന് കിട്ടിയതാണ്. അപ്പൊ ചേച്ചി വാങ്ങി വെച്ചിരിക്കുന്നത്. ഞാനത് ശ്രീജിയോട് പറയാൻ പറഞ്ഞു. നമ്മുടെ പൂജപ്പുര മൈതാനത്ത് ഈ 10 ദിവസം മുമ്പ് ഉയരുന്ന ഒരു കുട്ടികളുടെ കളിസ്ഥലമുണ്ട്, പാർക്കുണ്ട്, ഭാഗമാണ്. പിന്നല്ലാതെ അതൊക്കെ കാണാൻ കുഞ്ഞുങ്ങളുടെ ഒരു ആഘോഷ സമയമാണ് പൂജപ്പുരയെ സംബന്ധിച്ചിടത്തോളം. ഈ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം പൂജ വയ്പ്പിന്റെ സമയത്ത് പൂജപ്പുരയിലേക്ക് വരാതെ എന്ത് ആഘോഷം. അമ്മമാരുടെയൊക്കെ ഒരു അവലാതി അതാണ്. ഇതുവരെ കുഞ്ഞിനെ കൊണ്ട് പൂജപ്പുരയിലേക്കൊന്നും പോയില്ല. അതെന്തിനാണ് ഈ പാർക്കിലൊക്കെ വന്ന് ഒരു ഗംഭീര, അവിടെ ഇഷ്ടംപോലെ എക്സിബിഷൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ പൂജപ്പുര ആകമാനം തിരുവനന്തപുരത്തുകാരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. അതിന്റെ അവസാനത്തെ ദിവസമാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടില്ലേ, ഈ അക്ഷരത്തിന്റെ തുടക്കം അല്ലെങ്കിൽ അറിവിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത്, അറിവ് നേടൽ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു കാര്യമാണ്. അത് ഓരോ വർഷവും അതിന് ഓരോ തുടക്കമായി കാണുന്നവരുണ്ടായിരിക്കും. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ സ്ഥിരം ഈ വിജയദശമി ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി വരുമ്പോഴാണ് അവിടെ എഴുതി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പൊ ജോലിക്കൊക്കെ വന്നതിന് ശേഷം അത് നടക്കാറില്ല. പകരം രാവിലെ എന്തായാലും ഇത് തുടങ്ങുന്ന ദിവസം, വിജയദശമി ദിവസം രാവിലെ ഒരു പേപ്പർ എടുത്ത് ഹരിശ്രീ എന്ന് എഴുതിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ആ തരത്തിൽ നമുക്കൊക്കെയും ഇതൊരു തുടക്കമാണ്, ഒരു നമ്മളെ തന്നെ പുതുക്കാനുള്ള ഒരു അവസരമാണ്. അറിവെന്ന് പറയുന്ന ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രവാഹത്തിന്റെ നടുക്ക് ഒരു ഇടയ്ക്കൊരു സ്റ്റോപ്പ് എന്ന രീതിയിലാണിത്. ഇത് നമുക്ക് മൂകാംബികയിലെ നമ്മുടെ രഞ്ജിത്ത് രാമചന്ദ്രനും ഭവ്യ പാർവതി അവിടെ തയ്യാറാണ്. അവിടെ ഒരുപാട് പേര് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ രാവിലെ ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? തീർച്ചയായിട്ടും. അവിടെ ഒരു മുടക്കും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തിരക്കിനും ഒരു കുറവും ഇല്ലാതെ തന്നെ 12:30 വരെ ഇത് നടക്കും. കാരണം കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ പലരും ഇന്ന് രാവിലെയൊക്കെയാണ് വന്നു ചേരുക. അപ്പൊ അവിടുത്തെ തിരക്കും ബഹളവും ഒക്കെ നടക്കുന്നുണ്ട്. ഭവ്യ, രഞ്ജിത്ത് അവിടെ ഏതുവരെ ആയി?
ഇപ്പോഴും തിരക്ക് ഇവിടെ തുടരുകയാണ്. വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ 3:30 മണിക്ക് ആരംഭിച്ചതാണ്. ഇപ്പോൾ മണി 8:30 മണിയാകുന്നു. അപ്പോഴും തിരക്കിന് യാതൊരു കുറവുമില്ല. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വീണ്ടും എത്തുകയാണ്. രാവിലെ തിരക്ക് കുറവുള്ളത് കൊണ്ട് കുറെ ആൾക്കാർ വന്നു. ഇപ്പോൾ തിരക്കിൽ നല്ല കാര്യമായ വർധനവ് ഉണ്ടാകുന്നതാണ്. ഒപ്പം ഇപ്പോൾ പൂജാ ചടങ്ങുകൾ ഇവിടെ പ്രഭാത പൂജയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയം നടയൊന്ന് അടച്ചിട്ടിരിക്കുന്ന സമയമാണ്. ഇവിടെ ക്യൂവിൽ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതിൽ പ്രധാനമായും വിരുന്നുകളുണ്ട്. അതെ, ആ വിരുന്നിലേക്കൊന്ന് പോവാം. ഹലോ ഹലോ, എഴുതിയോ അക്ഷരം എഴുതിയോ? അയ്യോ, ചിരിക്കുന്നു. എഴുതിയിട്ടില്ലേ? എഴുതാനായിട്ടില്ലേ? ആയിട്ടില്ല. എഴുതാനാവാത്ത എഴുതണം, ഇന്ന് എഴുതണം. അത് എഴുതാൻ വന്നെയാണ്. എഴുതണ്ടേ? നമുക്ക് ABCD എഴുതണ്ടേ? നല്ല ചിരിയൊക്കെയാണ്. നമ്മളെ കൈ കാണിച്ച് വിളിച്ചതാട്ടോ. മുംബൈ. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രത്യേക മോളെ എഴുത്തിരുത്താൻ ഫ്രം വേർ മലയാളീസാണ്. മോളെ എഴുത്തിരുത്താൻ വന്നതാണ്. ഇത് കഴിഞ്ഞോ? എല്ലാം ഭംഗിയായി നടന്നു. നന്നായിട്ട് എഴുതിയോ? ബഹളം വെച്ചായിരുന്നോ? ഇല്ല, വാശിയൊന്നുമില്ല. അപ്പൊ അതിന്റെ ക്ഷീണത്തിൽ ഉറങ്ങിയും പോയി ആള്. കുറെ സമയം ക്യൂ നിൽക്കേണ്ടി വന്നോ? അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഏതായാലും വളരെ വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ അങ്ങേയറ്റം വരെ അല്ലേ, അങ്ങേയറ്റം വരെ പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് രഞ്ജിത്ത്. ഇന്ന് പൂജ എടുക്കുവാണ്. പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചവരൊക്കെ ഇന്ന് പൂജ എടുക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷമുള്ളവരും ഉണ്ടാവും. എന്നും പൂജ വെച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും. എന്തായാലും ഇന്ന് ആ 3 ദിവസത്തെ പൂജ, പുസ്തകങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചാൽ പൂജ എടുക്കുന്ന ദിവസം കൂടിയാണ്. നമുക്ക് ഈ തൊട്ടുപുറകിൽ കാണുന്നത് തമിഴ്നാട് BJPയുടെ മുൻ അധ്യക്ഷൻ ശ്രീ അണ്ണാമലൈ ഇവിടെ ദർശനത്തിനായി വന്നിട്ടുണ്ട്. അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് നമ്മളെ അറിയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും വലിയ തോതിൽ ഇവിടെ വലിയ ക്രമീകരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ക്രമീകരണങ്ങളൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഒരുപാട് തരത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ കൃത്യമായി തന്നെ പൂജ എടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവർ അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ കൃത്യമായി ചെയ്യുന്നു. മഴ മാത്രമാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴും അല്പം മുമ്പ് മഴ വലിയ തോതിൽ ഇവിടെ ഉണ്ടായിരുന്നു. മഴ മാത്രമാണ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നമായുള്ളത്. പക്ഷെ അതിനെയൊക്കെ അവഗണിച്ച് നമുക്കറിയാം, മൂകാംബിക ദേവിയുടെ മുന്നിൽ എത്തുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആത്മസാഫല്യമാണ്. ഹരിശ്രീ എഴുതിയോ? പേരെന്താ? പേര് പറയില്ലേ? എന്താ എഴുതിയത്? ഭയങ്കര നാണമാണോ? പേരെന്താ? നീതു. എവിടുന്നാ വരുന്നേ? കണ്ണൂർ. എഴുതി, അക്ഷരമൊക്കെ എഴുതി. എഴുതി. ക്ഷേത്രത്തിൽ തൊഴാൻ നിൽക്കുവാണ്. അതെ. നിനക്ക് എങ്ങനെയുണ്ട്? നല്ല എപ്പോ എഴുതി? ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ എഴുതിയതേ ഉള്ളൂ. കുറെ നേരം ക്യൂ നിൽക്കേണ്ടി വന്നോ? ഇല്ല, പെട്ടെന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല. മിണ്ടില്ല അല്ലേ? മിണ്ടില്ല. ഉറപ്പിച്ചു. ആള് മിണ്ടാതിരിക്കുവാണ്. അങ്ങനെ രണ്ടുപേരും അവർ ആ അക്ഷരം എഴുതിയവരാണ് അല്ലെ? അവരെന്തൊക്കെയോ ഹായ് ഹൗ ആർ യു? Fine. Okay, you are from which class you are studying? Grade 1. Huh? Grade 1. Oh, you? 1. Okay. Name? What's your name? Adyapi. Okay. Thank you. Tata. അവരൊക്കെ ഇപ്പോൾ നട തുറന്നതേ ഉള്ളൂ. അപ്പൊ അതിനുള്ള തിരക്കാണ്. ദർശനത്തിനുള്ള സമയമാണ് ഇപ്പോൾ. അതിലേക്ക് ആളുകൾ പോവുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞു, രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ അക്ഷരം എല്ലാ വർഷവും എല്ലാ ദിവസവും ഇവിടെ അക്ഷരം കുറിക്കുന്ന അല്ലെങ്കിൽ വിദ്യാരംഭം കുറിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഇത്. പക്ഷേ ഇന്നത്തെ ചടങ്ങുകൾക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. അതിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക മണ്ഡപത്തിൽ വെച്ചാണ് ഇപ്പോൾ ABCDയും ഹരിശ്രീയും 1, 2, 3 ഒക്കെ കുട്ടികളെ എഴുതിക്കുന്നത്. അവർക്ക് ഗിഫ്റ്റുകളും അടക്കം നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അവർ ക്രയോൺസ് അത് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ വകയായി